നമസ്കാരം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി പറഞ്ഞിരുന്നത് ഇറാനെ ആക്രമിക്കും, നശിപ്പിക്കും, കീഴടങ്ങിയില്ലെങ്കിൽ ഇറാൻ തകർത്ത് തരിപ്പണമാക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായി. എന്നാൽ യുദ്ധം തുടങ്ങി ഇന്നത്തേക്ക് 11ാമത്തെ ദിവസമായി. ഈ 11ാമത്തെ ദിവസം ആയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ ഈ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് തടി രക്ഷപ്പെടുത്താൻ കഴിയും, എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അദ്ദേഹം ഇവിടെ തുടർച്ചയായി ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ മുഴുവൻ ഇല്ലാതാക്കി. നാവികസേന എന്ന് പറയുന്ന ഒരു സംവിധാനം ഇനി ഇറാനില്ല. ഇറാന്റെ വ്യോമ മേഖല മുഴുവൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത് ഇനി ബാക്കിയില്ല, അതിനെ മുഴുവൻ തകർത്തു കളഞ്ഞു, യുദ്ധം വിജയിച്ചു എന്ന ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. നേരത്തെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ എല്ലാം നേടി എന്ന് പറയുന്നു. എല്ലാം നേടിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധവുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്? ഇല്ല. അത് തന്നെയാണ് ട്രംപിന്റെ ആവശ്യം. അതായത് യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തണം. പൂർണ്ണമായും ഇറാനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാലേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടെ സമ്മതം മൂളിയാൽ ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇറാൻ ആദ്യം പറഞ്ഞത് തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണം എന്ന കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുക, അത് IRGC ആണ് തീരുമാനിക്കുക എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേ നിലപാടിൽ തന്നെ ഇറാൻ തുടരുകയാണ്. അതേസമയം ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി 1.5 മണിക്കൂർ സംസാരിച്ചു എന്ന ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. ഈ 1.5 മണിക്കൂർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിച്ചത് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിനെ കുറിച്ചാണ്. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കണം, ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അവസാനിപ്പിക്കണം എന്ന് പുടിൻ ആവശ്യപ്പെട്ടു. ട്രംപിന്റെ ഒരു പ്രതികരണം പുടിന്റെ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ട്രംപിന് അവസാനിപ്പിക്കണം എന്നുണ്ട്, പക്ഷെ ഇറാൻ പറയുന്നത് അമേരിക്ക ആദ്യം പരിപാടികളൊക്കെ അവസാനിപ്പിക്കട്ടെ, അവർ തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ്. അതായത് പുടിനും അതുപോലെ തന്നെ ചൈനയും ഒക്കെ ഇടപെട്ട സാഹചര്യത്തിൽ ഇറാനെ ഒരു പരിധിവരെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യം അവർ പറഞ്ഞത് അവസാനത്തെ സൈനികൻ മരിച്ചു വീഴുന്നത് വരെ പോരാടുമെന്നാണ്. എന്തായാലും അവർ ഇവിടെ അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലുമായി നേരിട്ടൊരു ചർച്ചയ്ക്കോ തയ്യാറാകില്ല. ഇനി ചൈനയും റഷ്യയും ആവശ്യപ്പെടുകയാണെങ്കിൽ പോലും ഇറാൻ പറയുന്ന രീതിയിൽ അമേരിക്ക ആദ്യം യുദ്ധം അവസാനിപ്പിച്ച് പുറകോട്ട് പോകണം. മാത്രമല്ല ഇറാന്റെ താല്പര്യങ്ങൾ ഇറാൻ പറയും, ഇറാൻ വെക്കുന്ന കണ്ടീഷൻസ്, നിബന്ധനകൾ അത് അമേരിക്ക അംഗീകരിക്കേണ്ടി വരും. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം ട്രംപ് പറയുന്നത് യുദ്ധം പൂർണ്ണമായി വിജയമാണ്, ഞങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞു എന്നാണ്. ഒരിക്കലും അമേരിക്കക്ക് ഇവിടെ ലക്ഷ്യം നേടാനായിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ പദ്ധതി അതിന് തടസ്സം നിൽക്കുക, അത് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റുക എന്നതൊക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് അമേരിക്കക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ പൂർണ്ണമായും ഇറാന്റെ മിസൈൽ ശേഷിയെ നശിപ്പിച്ചു കളയുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇറാൻ ശക്തമായി തന്നെ ഇസ്രായേലിനകത്തേക്കും അതുപോലെ തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു ലക്ഷ്യം നേടാനായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പൂർണ്ണമായും ലക്ഷ്യം നേടാനായിട്ടില്ല. അതേസമയം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ, അവരുടെ ഓയിൽ സംഭരണശാലകൾക്ക് നേരെ, എണ്ണ സംഭരണശാലകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്താനായിട്ടുണ്ട്. ഈ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിനെതിരെ അമേരിക്ക കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അമേരിക്ക ഭയപ്പെട്ടത് സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് ഈ ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ 1 ലിറ്റർ എണ്ണ പോലും കടത്തിവിടില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ഇറാൻ എത്തിയിട്ടുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് റഷ്യ ഇവിടെ ആശങ്ക പ്രകടിപ്പിച്ചത്. റഷ്യ ഈ വിഷയത്തിൽ ഇടപെടുന്നത്, യുദ്ധം നിർത്തണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ടായ ഒരു കാര്യം അതാണ്. ഇനി ഒരു കാര്യം ഇവിടെ ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ഇറാൻ വിജയിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ഒരു മാനസിക പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അവരുടെ കമന്റുകളിലും അതുപോലെ തന്നെ അവരുടെ ചില മെസ്സേജുകളിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല യുദ്ധം.
അതൊരിക്കലും യുദ്ധമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഈ കുട്ടികളെയും അതുപോലെ സാധാരണക്കാരെയും ഒക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധക്കുറ്റമാണ്. അത് ചെയ്ത് ശീലമുള്ളവർ അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ യുദ്ധം എന്ന് പറയുന്നത് അതൊരു തന്ത്രമാണ്, യുദ്ധതന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രത്തിന്റെ കാര്യത്തിൽ ഇറാൻ ഒരുപാട് മുന്നിലാണ്. ഇറാന്റെ തന്ത്രങ്ങൾ വിജയം കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത്. കാരണം ഈ ഹോർമൂസ് കടലിടുക്ക് അടക്കുക, അതിലൂടെ എണ്ണ കടത്തിവിടാതിരിക്കുക അല്ലെങ്കിൽ കടത്തിവിടില്ല എന്ന് പറയുക, ഇത് പറയുമ്പോഴേക്ക് ഇവിടെ എണ്ണവില കുതിച്ചുയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പിന്തുണ അമേരിക്കക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. സ്വന്തം രാജ്യത്ത് അമേരിക്കക്ക് പിന്തുണയില്ല. 1/4 ആളുകൾ മാത്രമാണ് ഇവിടെ ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല. എന്തായാലും കൂടുതൽ ആളുകൾ ഈ യുദ്ധത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുറച്ച് ആളുകൾ ഇറാനിൽ അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും വേണ്ടി ചാരപ്പണി ചെയ്തിരുന്നു. ആ ആളുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ഭരണകൂടത്തിനെതിരെ നിലപാടെടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ ഭരണകൂടത്തോടൊപ്പം മെല്ലെ മെല്ലെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഷ്ട്രീയ നേതൃത്വത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തു എന്ന് ട്രംപ് പറയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസമാണ് ആയത്തുള്ള അലി ഖംനായിയുടെ മകൻ മുജ്തബ ഖംനായി അദ്ദേഹം ഇവിടെ പരമോന്നത നേതാവായി ചുമതല ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ടാണ് അവർക്കൊക്കെ രക്തസാക്ഷിയാകേണ്ടി വന്നത്. അതേസമയം ഇസ്രായേലിനകത്ത് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്, ബങ്കറിനടിയിലാണ്. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലാണ്. ഈ യുദ്ധത്തിന്റെ കെടുതികളൊക്കെ അനുഭവിക്കുന്നത്, ബലിയാടുകളാകുന്നത് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. എന്തായാലും ഇവിടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങളൊക്കെ പൂർണ്ണമായും തെറ്റാണ്. ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ട്രംപ് എല്ലാം നേടിയെന്ന് പറയുന്നു. എന്നാൽ ട്രംപിനൊന്നും നേടാനായിട്ടില്ല. ഇസ്രായേലിനെ അസഭ്യം പറയുന്നു, ചീത്ത പറയുന്നു. ഇസ്രായേൽ ആണെങ്കിൽ ട്രംപിനെ മറികടന്ന് ഇവിടെ ചില കളികൾ കളിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അസഭ്യം പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതായത് പാളയത്തിൽ തന്നെ ഒരു പട രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൈനയും റഷ്യയും അതുപോലെ തന്നെ അവരോടൊപ്പം ഇപ്പോൾ ഫ്രാൻസ് കൂടെ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ 3 രാജ്യങ്ങളുടെയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ട്രംപിന് വേറെ വഴികളില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നതിലുപരി അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ആ കച്ചവട കണ്ണുകളോടെ തന്നെയാണ് ട്രംപ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുക. ലാഭം കിട്ടുമെങ്കിൽ ഇസ്രായേലിനെ പാതി വഴിയിൽ ട്രംപിന് ഉപേക്ഷിക്കേണ്ടി വരും. അത്തരം ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഇറാൻ, ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്ന കാര്യം.